ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് കടലയാണ്. അത് ഞാൻ സോക്ക് ചെയ്തൊരു 4 hours വെച്ചിട്ടുണ്ട്. ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് സോൾട്ടും വിനീഗറും യൂസ് ചെയ്തിട്ട്. അറ്റ്ലീസ്റ്റ് 4 to 5 hours എങ്കിലും സോക്ക് ചെയ്ത് വെച്ചാൽ അത് നല്ലപോലെ സോഫ്റ്റ് ആവുന്നത്. ഇനി ഒരു പാനിൽ മസ്റ്റേർഡ് പൊട്ടിച്ചിട്ട് നമ്മൾ അനിയൻസ് ക്യൂബ്ഡൈസ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഹാഫ് അനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക്കും ചോപ്പ് ചെയ്തത്. പിന്നെ അതുപോലെ ഗ്രീൻ ചില്ലി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട്. ഞാൻ ഗ്രീൻ ചില്ലി അല്ല ഒരുപാട് ഇടുന്നത്, ചില്ലി പൗഡറിൻ്റെ ബേസിലുള്ള കുറച്ച് സ്പൈസി ആക്കുന്നത്. അപ്പം ഇത് അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേന് നമുക്ക് സീസണിങ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യേണ്ട സീസണിങ്സ് 2 tablespoon കൊറിയാൻഡർ പൗഡർ, ഒരു 1 teaspoon ചില്ലി പൗഡർ, 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ. ഇത് നല്ലപോലെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഇതിൻ്റെ റോ ടെക്സ്ചർ മാറുന്നിടം വരെ ഇടുക. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് 1/4 ഫെനൽ, 1/4 ഫെനുഗ്രീക്ക് ആൻഡ് 1/4 ഗരം മസാല. ഈ സീസണിങ്സും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുത്ത കടലയുടെ കൂടെ ഈ മിക്സ് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ട അതനുസരിച്ചിട്ട് നമ്മൾ അതുവരെ ഒന്ന് വറ്റിച്ചെടുക്കുക. ആവശ്യത്തിന് കായവും കൂടി നമ്മൾ ഇടുക ലാസ്റ്റിൽ. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.